ഇന്ന് ബേബി സാറിന് ഞങ്ങളൊരു ആദരവ് കൊടുക്കുകയാണ്. ഇപ്പോൾ തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രം, നന്മ 24, അതുപോലെ വ്യാപാരി വ്യവസായ ഗവേണ സമിതി, തൃക്കാക്കര റെസിഡൻസ് അസോസിയേഷൻ അപ്പേഴ്സ് കൗൺസിൽ, അവരുടെ 4 പേരുടെ സംഘടനകളുടെയും ഒരു ഉപഹാരം സാറിന് കൊടുക്കാനായിട്ട് അതിൻ്റെ സംഘാടകരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നതോടൊപ്പം ഇത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ബേബി സാറിനെയും ക്ഷണിക്കുന്നു. നാടിനോടും നാട്ടുകാരോടും കമ്മിറ്റ്മെന്റ് ഉള്ള നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ. ഏത് സിനിമയിലും ആരാ അഭിനയിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കരുത്. നമ്മൾ നാട്ടുകാരുടെ മനസ്സിലേക്ക് ആദ്യം പോവുള്ളൂ എന്നല്ലേ. പക്ഷെ അങ്ങനെ നാടിനെ സ്നേഹിച്ച, നാട്ടുകാരെ തിരിച്ച് സ്നേഹിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഇന്ന് സ്ഥലം മാറി പോവാണ്. എന്താല്ലേ, ഒരു നാട്ടിലെ എല്ലാവരും ചേർന്ന് ഒരു ഉദ്യോഗസ്ഥൻ ഒരു യാത്രയപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം നാട്ടുകാരോട് എത്ര അടുത്ത് നിന്ന ഒരാളായിരിക്കും. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഇന്നത്തെ സമൂഹത്തിൽ ഒരു റെയർ സ്പെസിമെൻ തന്നെയാണെന്നല്ലേ. ഇതുവരെ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ കണ്ടിട്ടില്ലെങ്കിൽ അദ്ദേഹത്തെ കാണാനുള്ള ഒരു ചാൻസ് ആയിക്കോട്ടെ ഇത്. ACP നമ്മുടെ ബേബി സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറയാതെ തന്നെ നമ്മളിൽ ഓരോരുത്തർക്കും ACP ബേബി സാർ ആരാണെന്നുള്ള അറിയാം. നമ്മുടെ സങ്കടത്തിലും ദുഃഖത്തിലും എല്ലാം നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് ബേബി സാറ്. അതുപോലെ നല്ലൊരു മനുഷ്യസ്നേഹി, ഒരു ജനകീയനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. അത് തന്നെയാണ് നമ്മൾ ഇവിടെ ഈ മൊമെന്റോയിൽ നോട്ട് ചെയ്തിട്ടുള്ളത്. അത് എത്ര പറഞ്ഞാലും അദ്ദേഹത്തിന്റെ ഈ സൽപ്രവൃത്തിയെ ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും അത് കൃത്യതയോടെ ജനങ്ങളിലേക്ക് എത്തി ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി. നമുക്കറിയാം IT നഗരമാണ്, മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും അതേപോലെ തന്നെ സ്വദേശികളും വിദേശികളുമായിട്ടുള്ള ഒരുപാട് ആളുകൾ വന്ന് ജോലി ചെയ്യുന്ന, താമസിക്കുന്ന ഒരിടമാണ് തൃക്കാക്കര അല്ലെങ്കിൽ കാക്കനാട്, നമ്മുടെ IT നഗരം അല്ലെങ്കിൽ ജില്ലാ ആസ്ഥാനം. അത്രത്തോളം വികസനത്തിൽ കുതിപ്പിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കാക്കനാട്. അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പോലീസിന് അല്ലെങ്കിൽ ട്രാഫിക് പോലീസിനൊക്കെ നമ്മൾ ചിലപ്പോൾ കുറ്റം പറയാറുണ്ട് ഇവിടുത്തെ ട്രാഫിക് കുരുക്കൊക്കെ ആയിട്ട്. അതിന് അടിസ്ഥാന സൗകര്യ വികസനം നടത്താത്തതുകൊണ്ട് നമ്മുടെ റോഡ് മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ കുറവുണ്ട്. അതിൻ്റെതായ കുറവുകളാണ് ഇപ്പൊ പോലീസും ട്രാഫിക് പോലീസൊക്കെ അനുഭവിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന ചീത്തപ്പേരൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഇത്രയും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും ആളുകളെ അധികം വെറുപ്പിക്കാതെ ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ ഇറങ്ങിച്ചെന്ന്, ഇപ്പോൾ നമ്മുടെ തുതിയൂർ പ്രദേശത്ത് തന്നെ ഒരു ആക്സിഡന്റിൽ ഒരു പയ്യൻ മരിച്ചപ്പോൾ ആ കുട്ടി അവരുടെ വീട് പണി പൂർത്തീകരിച്ചിട്ടില്ലായിരുന്നു. അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് കുറെ ചെറുപ്പക്കാർ ഒന്നിച്ചുകൂടി അവരോടൊപ്പം കൈകോർത്തു നിന്നു നമ്മുടെ ബേബി സാറ്. അതുപോലെ തന്നെ നമ്മളുടെ ഓരോ പ്രദേശത്തുണ്ടാകുന്ന എന്ത് ചടങ്ങുകളായിക്കോട്ടെ, സന്തോഷത്തിൻ്റെതായിക്കോട്ടെ ദുഃഖത്തിൻ്റെതായിക്കോട്ടെ, എല്ലാത്തിനും നമ്മളോടൊപ്പം കൈകോർത്ത് നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ തീർച്ചയായും എത്രത്തോളം നമ്മൾ പറയുന്ന വാക്കുകൾക്കപ്പുറമാണ് അദ്ദേഹം, അതിന് മേളിലാണ് അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനം എന്ന് തൃക്കാക്കരക്കാർ ഉറച്ചു പറയുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ തൃക്കാക്കര, നമുക്കറിയാം രാഷ്ട്രീയത്തിന് പേരിലാവുമ്പോൾ ഒരുപാട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ ലുലു മാളിന്റെ അടുത്ത് എടപ്പള്ളി ആ മെയിൻ റോഡില് ഒരു യുവ സംഘടനയുടെ ഒരു പ്രതിഷേധ സമരം നടക്കുന്നു. അവിടെ ഒരു ടയറ് റോഡിലിട്ട് കത്തിക്കുന്നു. എത്രത്തോളം തിരക്കുള്ള റോഡാണ്. ആ റോഡില് ഒരു ടയറിട്ട് കത്തിക്കുമ്പോൾ സാധാരണ പോലീസുകാരല്ല ചെന്ന് ഇത് പിടിച്ചു മേടിച്ചത്. ബേബി സാറ് നേരിട്ട് ഇറങ്ങിച്ചെന്ന് മുന്നിൽ നിന്ന് അവരെടുത്തുനിന്ന് ഈ ടയർ തിരിച്ചു വാങ്ങി. പക്ഷേ അവർ എതിർത്തില്ല. കാരണം എന്താണ്? സ്നേഹം, അദ്ദേഹത്തിന്റെ പ്രവൃത്തി, അദ്ദേഹത്തെ കുറിച്ച് അറിയാം, അദ്ദേഹത്തിന്റെ. അതുകൊണ്ടാണ് ഒരു സ്നേഹം കൊണ്ട് നമുക്ക് ആളുകളെ കീഴടക്കാം. ഇപ്പോഴത്തെ സമയത്ത് നമ്മൾ ഒരാളെ ദേഷ്യപ്പെട്ട് കാര്യം നടത്തുന്നതിന് നല്ലത് അവരെ മനസ്സിലാക്കി അവരോടൊപ്പം നിന്ന് അവരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ പെരുമാറുമ്പോൾ, സംസാരിക്കുമ്പോൾ, ഇടപഴകുമ്പോൾ അവർ തീർച്ചയായും നമ്മളോട് സഹകരിക്കും. അതാണ് നമ്മുടെ ബേബി സാർ ചെയ്യുന്നത്. ആ ഒരു രീതിയിലുള്ള പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും, ഈ പറഞ്ഞ ബേബി സാർ എന്നല്ല, നമ്മൾ തന്നെ ആയിക്കോട്ടെ, ചില മയക്കുമരുന്ന് പ്രശ്നങ്ങളിലൊക്കെ ചാടി പോകുന്നുണ്ട്. അതൊക്കെ ചിലപ്പോൾ അവർ സാഹചര്യം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ ആ ഒരു കൂട്ടുകെട്ടിൽപ്പെട്ട് അങ്ങനെ പോകുന്നതായിരിക്കാം. അപ്പൊ അവരെയൊക്കെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അവരെ തെറ്റുകാരായി, അവർ മോശക്കാരായി മാറ്റി നിർത്താതെ നമ്മളെപ്പോലെ തന്നെ ഒരുവനായി, നമ്മളെപ്പോലെ തന്നെ ജീവിക്കുന്നു, കുടുംബമായിട്ട് ജീവിക്കുന്നു, ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റിൽ നിന്ന് തിരുത്തി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മൾക്ക് സാധിക്കണം. അങ്ങനെ ആ ഒരു നല്ല വഴിക്ക് കൊണ്ടുവരാനും അങ്ങനെയുള്ള ആളുകളുടെ നല്ല വാക്കുകൾ പറയാനും എല്ലാം ബേബി സാറ് മുന്നിലുണ്ട്.
ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലീസ് സേനയിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു ഉദാഹരണമാണ് ശ്രീ ബേബി. അദ്ദേഹം തൃക്കാക്കരയിൽ വരുന്നതിന് മുമ്പ് തന്നെ പരിചയമുണ്ട്. പത്തനംതിട്ടയ്ക്കാണ് പോകുന്നത്. അവിടെയും ഇതിനേക്കാൾ കൂടുതൽ പ്രശ്നമുണ്ട്. പ്രത്യേകിച്ചും ശബരിമല പ്രശ്നം. ശബരിമല സീസൺ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് എന്തായാലും നിന്ന് തിരിയാനുള്ള ഉണ്ടാവില്ല. ആ രീതിയിലുള്ള തിരക്കായിരിക്കും ഇനി പത്തനംതിട്ടയുടെ കീഴിൽ വരുന്നുണ്ട്. അപ്പോൾ അവിടെയും നല്ല സേവനം കൈവരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞാൻ വിചാരിച്ചത് അദ്ദേഹം ഒരു SP ആയി ഒരു IPS ഒക്കെ കൺഫർ ചെയ്ത് ഒരു ഉദ്യോഗസ്ഥനായിട്ട് വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ അദ്ദേഹം പറഞ്ഞു ഇനി ചുരുങ്ങിയ കാലയളവേ അദ്ദേഹത്തിനുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നാലും നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹം ഒരു കൺഫർ ചെയ്ത ഒരു ഓഫീസറായി മാറട്ടെ. SP ആയി കൺഫർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 4 വർഷം കൂടെ കിട്ടും. 60 റിട്ടയർ ആവുള്ളൂ, പിന്നെ ഒരു 4 വർഷം കൂടെ കിട്ടും. അപ്പം നേരത്തെ നമ്മളെ പ്രദീപ് പറഞ്ഞ പോലെ ചിലപ്പോൾ ഇവിടെ നമുക്ക് തിരിച്ച് ഇവിടെ കമ്മീഷണറായിട്ടോ അല്ലെങ്കിൽ കമ്മീഷണർ ഓഫ് പോലീസ് ആയിട്ട് ചിലപ്പോൾ വരാൻ കഴിഞ്ഞാൽ അത് നന്നായല്ലോ. അപ്പം എന്തായാലും അതിന് ഈശ്വരൻ ഇടവരുത്തട്ടെ എന്ന് ആശംസിക്കുകയും ബേബിക്ക് എല്ലാവിധ ആശംസകളും ഇനി ഭാവി ഔദ്യോഗിക ജീവിതത്തിൽ ഇതുപോലെ കറപുരുളാത്തൊരു ഉദ്യോഗസ്ഥനായി ജീവിതം തുടരാൻ പോലീസ് ഓഫീസർ ആ പദവിയുടെ മാഹാത്മ്യം എത്രമാത്രമുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഈ തൃക്കാക്കരയിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് അദ്ദേഹം ഏറെ വിജയിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ സംസാരിച്ച എല്ലാ ആളുകളും പറഞ്ഞിട്ടുള്ളത്. ക്യാരക്ടർ ഈസ് ദി ഗ്ലോറി ആൻഡ് ക്രൗൺ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. വ്യക്തിത്വം, സ്വഭാവം, മഹിമ, അങ്ങനെയുള്ള പ്രവർത്തനത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മാതൃക നമുക്ക് ഓരോരുത്തർക്കും സ്വീകരിക്കാവുന്നതാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മൾ എല്ലാം പോലീസ് സ്റ്റേഷനിലൊക്കെ മറ്റു അല്ലെങ്കിൽ ഓഫീസിൽ കയറി ചെല്ലുന്നത് ഒരു അല്പം ഭയത്തോടെ മറ്റുമായിരിക്കും. പക്ഷേ വളരെ സൗമ്യതയോടെ നമ്മളുടെ കാര്യങ്ങളെല്ലാം കേട്ട് നമുക്ക് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും തരുന്നൊരു ഉദ്യോഗസ്ഥനാണ് നമ്മളുടെ ബേബി സാറ്. ഞങ്ങളുടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാക്കനാടിൻ്റെ പല ഓഫീസുകളിൽ പല പ്രാവശ്യവും ഞങ്ങൾ വിളിച്ച് അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുകയും ഞങ്ങളുടെ അംഗങ്ങൾക്ക് ബോധവൽക്കരണ ക്ലാസ്സുകൾ മദ്യമാഫിയക്കെതിരെ മറ്റൊക്കെ നടന്ന ആ ചടങ്ങുകളെല്ലാം ബോധവൽക്കരണ ക്ലാസ്സുകളും മറ്റും മേടിപ്പിച്ച് വളരെ അടുപ്പം ഞങ്ങൾക്ക് ഈ ബേബി സാറുമായിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ നിന്ന് പോകുന്നത് കച്ചവടക്കാർക്ക് ഒരു വലിയ നഷ്ടം. ഈ ജംഗ്ഷനുകളുടെ ട്രാഫിക് കുരുക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ ആലോചിച്ചപ്പോൾ അനന്തേഷ് സാറാണ് പറഞ്ഞേ, നിങ്ങൾ എത്രയൊക്കെ പണിപ്പെട്ടാലും എന്തെങ്കിലും ഒരു ഔദ്യോഗികമായ രേഖയില്ലാതെ ഒരു ജംഗ്ഷനിൽ പോലും ഒരു കല്ലെടുത്ത് വയ്ക്കാൻ സാധിക്കില്ല. അങ്ങനെയാണ് ഈ നാറ്റ്പാക്ക് എന്നുള്ളൊരു ചിന്ത തന്നെ മനസ്സിലേക്ക് വന്നത്. സാറ് തന്നെ പറഞ്ഞു, ജംഗ്ഷൻ ഡെവലപ്പ് ചെയ്യണോ, നിങ്ങളൊരു നാറ്റ്പാക്ക് സർവേ വഴി നമുക്ക് മുന്നോട്ട് പോവാം. അങ്ങനെ അനന്തേഷ് സാറിൻ്റെ ഉപദേശം തേടി അതിനുശേഷം ഇതുമായിട്ട് മുന്നോട്ട് ഇറങ്ങുമ്പോഴാണ് പല പല പ്രതിസന്ധികൾ. ചുരുക്കി പറഞ്ഞാൽ 1 കോടി രൂപയുടെ വർക്കാണ് നാറ്റ്പാക്ക്. പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് മാത്രം 1 കോടി രൂപയുടെ ആ ഒരു സർവേയാണ് ഒരു പൈസ പോലും ചിലവാക്കാതെ കുറച്ച് നമ്മളെപ്പോലുള്ള കുറേ സന്നദ്ധ സംഘടനയുടെ ആൾക്കാർ, റെസിഡൻസ് അസോസിയേഷൻ്റെയും വ്യാപാരി വ്യവസായികളുടെയും അങ്ങനെ ബാക്കിയുള്ള എല്ലാ സന്നദ്ധ സംഘടന ആൾക്കാർ അതാത് സമയത്ത് സഹായിക്കാൻ മുന്നോട്ട് പോകും. അങ്ങനെയാണ് ആ ഒരു പദ്ധതി ഇപ്പോൾ കഴിഞ്ഞ നിയമസഭയിൽ MLA വളരെ അന്തസ്സായിട്ട് ഒരു 36 റോഡുകളും 9 ജംഗ്ഷനുകളും അടങ്ങുന്ന ഡെവലപ്മെൻറ്റ് പ്രപ്പോസൽ കൊടുത്തത്. തീർച്ചയായിട്ടും ഈ 1 കോടി രൂപ ചിലവാകുമായിരുന്നു അങ്ങനെ റിപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് അതാണ് ആ എക്സ്പീരിയൻസ്ഡ് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ പ്രദേശത്തേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണമാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ 4 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരു 10-25 പ്രാവശ്യമെങ്കിലും ഇതുപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് സാറെ വിളിച്ചിട്ടുണ്ട്. ഒറ്റ ഫോണിൽ സാറ് എൻ്റെ ഫോൺ എടുത്തിട്ടുണ്ട്. കാരണം അനാവശ്യമായ ഒരു കാര്യങ്ങൾക്കും ഞാൻ സാറിൻ്റെ ഫോണിൽ വിളിച്ചിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാനും സാധിക്കും. പ്രത്യേകിച്ച് തൃക്കാക്കരയെ ബാധിക്കുന്ന പൊതുപ്രശ്നങ്ങളിലല്ലാതെ. അതുകൊണ്ടായിരിക്കാം എൻ്റെ കോൾ ഏത് വന്നാലും സാർ എടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് എത്ര പറഞ്ഞാലും നമുക്ക് സാറിന് മറക്കാനാവില്ല. ഒരുപാട് മാറ്റങ്ങൾ തൃക്കാക്കരയിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സാധാരണക്കാർക്ക് അനുഭവിക്കാനുള്ള അനുഭവമുണ്ടായി. അതെല്ലാം സാറിൻ്റെ ആ ഔദ്യോഗിക
പദവിയിൽ ഇരുന്നിട്ടുള്ള ആ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് നന്ദിയോടെ യാത്രയാക്കുന്നു. പക്ഷേ പ്രദീപും സലീമൊക്കെ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് വലിയ വലിയ പൊസിഷനിലെത്തി തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുള്ളൂ. നമ്മുടെ തൃക്കാക്കരയിലെ ട്രാഫിക് കുരുക്കും മറ്റത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നാറ്റ്പാക്കുമായി സർവേ നടത്തുമ്പോൾ ആ റോഡുകളിൽ ആ സർവേ നടത്തുന്നതോടൊപ്പം നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവരോടൊപ്പം ചേർന്ന് നിന്ന ആള് കൂടിയാണ് ഡേവിഡ് സാറ്. അപ്പോൾ ഒരു ഓഫീസിലിരുന്ന് കാര്യം നടത്തുന്നതിനപ്പുറം ജനങ്ങളിലേക്കും പൊതുനിരത്തിലേക്കും എല്ലാം ഇറങ്ങിച്ചെല്ലുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥനും ഒക്കെയാണ് നമ്മുടെ നാടിന് ആവശ്യം. അതിന് കുറച്ച് കുറവുകൾ തൃക്കാക്കരയിൽ ഉണ്ട് എന്ന് നമ്മൾക്കറിയാം. അതിൻ്റെത് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പോലീസ് സേനയ്ക്ക് തന്നെ മാതൃകയായി തന്നെയാണ് തൃക്കാക്കരയിൽ ബേബി സാറിൻ്റെ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ദുരന്ത മേഖലയിലായാലും വികസന മേഖലയിലായാലും ഒരേ മനസ്സോടുകൂടി രംഗത്തിറങ്ങി സ്വന്തം നാടിനു വേണ്ടി എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ബേബി സാർ ഇവിടെ ഓരോ കാര്യങ്ങളും നടത്തി പോന്നിട്ടുള്ളത്, അതിനെല്ലാം നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഒരു ജനകീയ മുഖം തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിനൊരു പദവി ഉയർച്ചയിൽ കൂടിയാണ് ഇവിടുന്ന് മാറേണ്ടി വന്നിട്ടുള്ളത്. 4 വർഷം, സാധാരണ 3 വർഷമൊക്കെ കഴിഞ്ഞാൽ 2.5 വർഷം കഴിയുമ്പോൾ തുടങ്ങി പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്ന രീതിയാണുള്ളത്. പക്ഷേ 4 വർഷം പൂർത്തീകരിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ഇവിടെ നിന്നും പോകുന്നത്. എപ്പോഴാണോ എയർപോർട്ടിലൊരു അത്യാവശ്യം വരുന്നത്, എപ്പോഴാണോ പുറത്തൊരു ആവശ്യം ഉണ്ടാകുന്നത്, ആ സമയത്തെല്ലാം പെട്ടെന്ന് തന്നെ അതിന് നടപടി സ്വീകരിക്കാൻ വരുന്ന ഒരു ഉദ്യോഗസ്ഥനായിട്ട് എനിക്ക് കാണാൻ കഴിയും. അവിടെ വളരെ സംയമനത്തോടു കൂടി ഇടപെട്ട് അതിനെല്ലാം ശാന്തമാക്കി വിടുന്ന ഒരു ഓഫീസറായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അവിടുന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ട്രാൻസ്ഫറായി പോയി. എനിക്ക് തോന്നുന്നു 8-9 സ്റ്റേഷൻ കറങ്ങിയാണ് പിന്നെ ഇപ്പോൾ ഞാനിവിടെ വരുമ്പം അദ്ദേഹം ഇവിടെ തൃക്കാക്കരയിലെത്തിക്കുന്നത്. തൃക്കാക്കരയിലെ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം 4 വർഷം നല്ല രീതിയിൽ സേവനം നടത്തി. അദ്ദേഹത്തിനെ കുറിച്ച് മോശമായിട്ട് ആരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. നമുക്കും പല അത്യാവശ്യമുള്ളപ്പം നേരിട്ട് വിളിക്കുമ്പോൾ അതിന് വേണ്ടിയുള്ള ആ പ്രശ്നങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുകയും അതിനുള്ള നടപടികൾ എടുക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളെ പല ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളിലുമൊക്കെ ഈ പലരും കൂടിയിരിക്കുകയും അവരെന്താണ് ചെയ്യണമെന്ന് നമുക്ക് അന്വേഷിക്കാനോ ചോദിക്കാനോ പറ്റില്ല. ആ സമയത്തൊക്കെ പോലീസിൻ്റെ ഒരു പെട്രോളിംഗ് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴൊക്കെ മിക്കവാറും ആ പ്രദേശങ്ങളെല്ലാം പോലീസ് പെട്രോളിംഗ് ഏർപ്പെടുത്തുകയും അതൊക്കെ ഏകദേശം ഒരു പരിധി വരെ നിയന്ത്രിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴും കൊച്ചിയിൽ അറിയപ്പെടുന്ന ഒരു മയക്കുമരുന്നിൻ്റെ ഒരു കേന്ദ്രമായിട്ട് കാക്കനാട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ഖേദകരമായ ഒരു അവസ്ഥയാണ്. പക്ഷേ അതിൽ പോലീസിന് ചെയ്യുന്നതിൻ്റെ ഒരു പരിധിയുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഒരു ജനകീയനായി ജനങ്ങളോടൊപ്പം നിന്ന് ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയ ഒരു പോലീസ് ഓഫീസറാണ് ശ്രീ ബേബി സാറിനെ ഞാൻ 2-3 രീതിയിൽ അല്ലെങ്കിൽ 2-3 അവസരങ്ങളിലായിട്ട് കണ്ടത് ഈ തൃക്കാക്കരയായിട്ടുള്ള ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പല ചടങ്ങുകളിലാണ്. നമ്മുടെ ഡെവലപ്മെൻറ്റ് ഫോറം അധ്യക്ഷൻ പറഞ്ഞ പോലെ അങ്ങനത്തെ യോഗങ്ങളിൽ സ്വയം മുന്നോട്ട് വരികയും അതിന് തുടർന്നുള്ള ഫോളോ അപ്പ് നടപടികളൊക്കെ എടുക്കാൻ വളരെ പ്രൊആക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരു ഓഫീസറായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഞങ്ങൾ ഐ ടി നഗരം എന്ന് പറയുന്ന തൃക്കാക്കരയിലെ IT പ്രൊഫഷണൽസിന് ഫേസ് ചെയ്തിരുന്ന കുറച്ച് പ്രോബ്ലങ്ങൾ ഞാനിവിടെ പറഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ആക്ഷൻസ് സാർ എടുത്തതിനെ പറ്റി പറഞ്ഞില്ലെങ്കിൽ അത് ഒരു അനീതിയായി പോകും. ഒന്ന്, ഞങ്ങൾ ഇൻഫോ പാർക്കിലേക്ക് ഉള്ള യാത്രയിൽ അനുഭവിക്കുന്ന ട്രാഫിക് ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ അതിന് പല രീതിയിൽ റോഡ് വികസനത്തിന് പുറമെ ആ ട്രാഫിക് സംവിധാനം നിയന്ത്രിക്കാനും ഒക്കെ വളരെയധികം സൗകര്യം, അതായത് ഹോം ഗാർഡുകളായിട്ടും പിന്നെ ട്രാഫിക് കൺട്രോൾ ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പോസ്റ്റ് കോവിഡ് എല്ലാവരും ഓഫീസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇൻഫോ പാർക്കിലേക്കുള്ള റോഡ് എന്നും ഒരു ഗതാഗത കുരുക്കായിരുന്നു. അതിന് പരമാവധി നിലവിലുള്ള സൗകര്യങ്ങൾ വെച്ച് എല്ലാ രീതിയിലും അദ്ദേഹത്തിൻ്റെ പോലീസ് ടീം നമുക്ക് വളരെയധികം പിന്തുണ നൽകിയിരുന്നു. അത് വളരെ പ്രശംസനീയമായ ഒരു കാര്യമാണ്. അതിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ കൊള്ളരുതായ്മയ്ക്കും കാരണം ഉദ്യോഗസ്ഥ തലങ്ങളിലുള്ള കഠിനമായിട്ടുള്ള അഴിമതിയാണ്. അതിൽ നിന്ന് വിഭിന്നമായിട്ട് കറ തീർന്ന ജനസേവനം, 100% പ്രതിബദ്ധതയോടുകൂടി സമൂഹത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി തന്നെ സമീപിക്കുന്ന
ഏതൊരു വ്യക്തിക്ക് വേണ്ടി പാവപ്പെട്ടവനെയും ഉന്നതരായിട്ടുള്ള ഏത് വ്യക്തികളെയും ഒരേ രീതിയിൽ സഹോദര തുല്യമായിട്ട് കണ്ടുകൊണ്ട് അവരുടെ ഒപ്പം ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ആ ഒരു മഹനീയമായ കാഴ്ച ആണ് അല്ലെങ്കിൽ അനുഭവമാണ് ഈ തൃക്കാക്കരയിൽ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്, കാണുവാൻ കഴിഞ്ഞത്. അതിൽ ഞാൻ ഏറെ അദ്ദേഹത്തെ അനുമോദിക്കുകയാണ്. ഒരു 2 വർഷം മുമ്പ് ഇവിടെ തൃക്കാക്കര മേഖലയിലെ ലഹരി മാഫിയകൾ വളരെയധികം പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയും ഗുണ്ട വിളയാട്ടം ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിൽ വ്യാപാര മേഖലയിൽ ഒരു വ്യാപാര സ്ഥാപനങ്ങളെല്ലാം 11 മണിക്ക് അടച്ചുപൂട്ടണമെന്ന ഒരു നിർദ്ദേശം ആ വിളിച്ചുകൂട്ടിയ യോഗത്തിലുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ വ്യാപാര പ്രതിനിധികൾ നമ്മുടെ SCP സാറിനെ കണ്ടു, കാര്യങ്ങൾ പറഞ്ഞു. ഇത് വിപരീതമായ ഒരു മെസ്സേജായിരിക്കും മറ്റു മേഖലകൾക്ക് നൽകുക തൃക്കാക്കരയെക്കുറിച്ച്. അതുപോലെ തന്നെ ഇത് ശാശ്വതമായ ഒരു പരിഹാരമല്ല, അതുകൊണ്ട് തന്നെ അതിൽ നിന്നും പിന്മാറണമെന്നാവശ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ വ്യാപാരികൾ തന്നെ അതിൻ്റെ പ്രധാന കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ഇത്തരം ആളുകളെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ആളുകൾ കൂട്ടം കൂടി നിൽക്കാത്ത രീതിയിൽ വ്യാപാരം രാത്രി കാലങ്ങളിൽ ചെയ്യണമെന്ന് വ്യാപാരികൾക്ക് നിർദ്ദേശം നൽകുകയും ജാഗ്രതാ നിർദ്ദേശങ്ങൾ അടങ്ങിയ പോസ്റ്ററുകൾ അടിച്ച് നൽകിക്കൊണ്ട് വ്യാപാര സംഘടന മുന്നോട്ട് വരികയും ചെയ്തു. അത്തരത്തിൽ ഉള്ള ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ തൃക്കാക്കര മേഖലയിൽ അത്തരത്തിലുള്ളൊരു വിളയാട്ടം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ലഹരി മാഫിയകളെ ഒരു പരിധിവരെ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യുവാനും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ പോലീസിന് മാത്രമായിട്ട് നമുക്ക് തൃക്കാക്കരയിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. മുഴുവൻ ആളുകളെയും കൂട്ടിയിണക്കിക്കൊണ്ട് എല്ലാ മേഖലയിലുള്ള ആളുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കുക. അതിന് മുന്നിട്ടിറങ്ങിയ പ്രധാന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ഇവിടെ നിന്ന് പോകുന്ന SCP TV ബേബി സാർ. അദ്ദേഹത്തിന് എല്ലാവിധ വ്യാപാര സമൂഹത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ആര് ചെന്നാലും വലിയവനെന്നോ ചെറിയവനെന്നോ പാർട്ടിക്കാരനെന്നോ എല്ലായിടത്തുനിന്നോ വ്യത്യാസമില്ലാതെ നമ്മുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും അതിന് ശരിയായ രീതിയിലുള്ള ഒരു തീരുമാനം എടുക്കുവാനും അത് ജനങ്ങൾക്ക് സമീപിക്കുന്നവർക്ക് ഗുണകരമായ രീതിയിൽ അത് നേരായ കാര്യങ്ങളാണെങ്കിൽ അതിന് ഫലം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ അതിനകത്ത് ഒരു അനുഭവസ്ഥൻ കൂടിയാണ്. അത് ഞാൻ എന്താണെന്നുള്ള പറയുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള ബേബി സാറ് ഈ നാട്ടിനോട് യാത്ര പറയുമ്പോൾ നമുക്കെല്ലാം വളരെ ബന്ധപ്പെട്ടവർക്കല്ല, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്നവർക്കല്ല, അദ്ദേഹത്തെ അറിയാവുന്നവർക്കല്ല ഒരു മനോവേദന ഉണ്ടാവും. ബേബി സാറ് നമ്മുടെ തൃക്കാക്കരയിൽ നിന്ന് പോകുക എന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും പൊതുപ്രവർത്തകയായ എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെയൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ ഞങ്ങൾ ചെന്ന് പറയുമ്പോൾ സ്നേഹത്തോടെ തന്നെ അത് കേൾക്കുകയും അതിന് വേണ്ടതായ പരിഹാരം എങ്ങനെ കാണണം, എങ്ങനെ ആർക്ക് രണ്ട് വശക്കാർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ അത് സോൾവ് ചെയ്തു കൊടുക്കാൻ സാറിന്, എനിക്ക് തോന്നുന്നു സാർ സൈക്കോളജി പഠിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടായിരിക്കാം സാറ് ആ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു വിടുന്നത് എനിക്ക് തോന്നുന്നത്. അത് 2-3-4 കേസുകൾ അത് അതേപോലെ തന്നെ സാറ് നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടാകുമെന്ന് കരുതിയ സംഭവം പോലും സാറ് സമാധാനത്തിൽ തീർത്തത് കണ്ട് ഞാൻ കുറച്ച് സമയം നോക്കി നിൽക്കുകയാണ് ചെയ്തത്. പോലെയുള്ള എന്നെപ്പോലെയുള്ള പൊതുപ്രവർത്തകരായ ഓരോരുത്തർക്കും ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന ഓരോ സപ്പോർട്ടും പല കാര്യങ്ങളിലും സാറ് ഈ ഇറങ്ങി നിന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന കാണുമ്പോൾ ഞാൻ ചിന്തിക്കും, സാറിൻ്റെ പൊസിഷൻ ഇത്, സാർ ആ പൊസിഷൻ പോലും മറന്ന് സാധാരണ എല്ലാ ആൾക്കാരുടെയും കാര്യങ്ങളിൽ ഇടപെടുകയും ആ ഒരു കാര്യത്തിൽ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കുന്ന ആ എളിയ ഒരു മനോഭാവം, ഇത്രയും നല്ലൊരു വ്യക്തിയെ നമുക്കിവിടെ നിന്ന് എന്തായാലും പ്രൊമോഷനോടുകൂടി പോകുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. ഇങ്ങനെയൊരു സ്ഥാനത്തേക്കാണ് സാറ് ASP എന്നൊരു സ്ഥാനത്തേക്കാണ് സാറ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഉടനെ തന്നെ സാറിൻ്റെ ഒരു SP പോസ്റ്റിലേക്ക് കാണുവാൻ വേണ്ടി ഞങ്ങളുടെ തൃക്കാക്കരയിലെ ആൾക്കാരെല്ലാവരും ആഗ്രഹിക്കുന്നു. ബേബി സാറിൻ്റെ അടുത്ത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഒരാവലാതിയുമായി ചെല്ലാൻ ഇടവന്നില്ലല്ലോ എന്ന ഒരു
സങ്കടം മാത്രമേ എനിക്കുള്ളൂ. ഏതായാലും ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ വീണ്ടും ഉയർന്ന ഉദ്യോഗം ലഭിച്ചവിടെ വരുമ്പോൾ അന്ന് ആ രീതിയിലൊരു അവസരം എനിക്കുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. അങ്ങയുടെ ഈ പ്രവർത്തനവും സേവനവും അതിനോടനുബന്ധിച്ചുള്ള യാത്രയപ്പും എൻ്റെ മനസ്സിൻ്റെ ഹൃദയാന്തര ഭാഗത്തൊരു നൊമ്പരം അനുഭവപ്പെടുന്നുണ്ട്. കാരണം മറ്റൊരു ഉദ്യോഗസ്ഥൻ, ഒരു ADM സ്ഥലം മാറിപ്പോകുന്നതിന് തൊട്ട് മുമ്പ് സഹപ്രവർത്തകരുടെ യാത്രയപ്പ് വാങ്ങി അദ്ദേഹം ട്രെയിനിൽ കയറാൻ പോയി എന്നാണ് ഞാനും എല്ലാം വായിച്ച് മനസ്സിലാക്കിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും മക്കളും അച്ഛൻ്റെ വരവും ഭർത്താവിൻ്റെ വരവും കാത്ത് റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുമ്പോൾ അവിടെ ലഭിച്ചത് ഒരു ഡെഡ് ബോഡി ആയിരുന്നു. അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ദൂഷ്യമായ ഒരു വശമാണ് എന്നുള്ളത് കൊണ്ടും പവിത്രമായ ഒരു മനസ്സിൻ്റെ ഉടമ, നല്ല പ്രവൃത്തിയുടെ ഒരു വലിയൊരു ആൾരൂപം, എല്ലാം കൊണ്ടും സമഞ്ജസമായി സമ്മേളിച്ച എൻ്റെ ബേബി സാറിന് യാതൊരുവിധ വിഘ്നവും ഉണ്ടാകല്ലേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഭാരത്. ഇൻഫോ പാർക്കിനോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ ഈ നമ്മൾ ഫേസ് ചെയ്യുന്ന ലഹരി തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം, ക്യാമ്പയിനുകൾ, പോരാത്തതിന് അതിനു വേണ്ട നിയമ നടപടികൾ, അതെല്ലാം വളരെ കൃത്യമായും സുതാര്യമായും അദ്ദേഹം മുൻകൈയെടുത്ത് അദ്ദേഹത്തിൻ്റെ ടീമിനെ അതിന് ഇനേബിൾ ചെയ്തിരുന്നു, എംപവർ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രതിഫലനം നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിനും പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇതിന് പോരാതെ ഈ പ്രത്യേകിച്ചും ഞങ്ങളെപ്പോലെ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ വന്ന് തൃക്കാക്കരയിൽ താമസിക്കുന്നവർ സ്ഥിരമായിട്ട് ഫേസ് ചെയ്തിരുന്ന ഒരു പ്രോബ്ലമാണ് ഈ വാടക കരാറ്, അതിനുവേണ്ട പോലീസ് വെരിഫിക്കേഷൻ രേഖകൾ. അപ്പോൾ പല സമയത്തും പലർക്കും അത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം പോലീസ് സംവിധാനത്തിൽ കുറച്ച് ഒരു എളുപ്പം വരുത്താൻ അദ്ദേഹത്തിൻ്റെ ടീമിനും കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് IT പ്രൊഫഷണൽസിനാണെങ്കിലും അല്ലെങ്കിൽ അന്യ ജില്ലകളിൽ നിന്ന് വന്ന് താമസിക്കുന്നവർക്ക് ഈ പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ നിയമപാലകരെ അപ്രോച്ച് ചെയ്യാൻ വളരെയധികം സൗകര്യമുണ്ട്. അപ്പോൾ അത്തരം ഒരു സംവിധാനം സൃഷ്ടിച്ചെടുത്തതിനും അദ്ദേഹത്തോട് നന്ദി പറയുന്നു. ഏതായാലും തൃക്കാക്കരക്ക് ഇത്രയും ഈ 4 വർഷം സാർ ചെയ്ത സേവനത്തിന് ഇനിയും ഞങ്ങൾക്ക് തൃക്കാക്കരക്ക് വീണ്ടും സേവനം കിട്ടേണ്ടതുണ്ട്. ഇനി എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ തിരിച്ച് നമ്മുടെ തൃക്കാക്കരയിലേക്ക് തന്നെ വരണം, അല്ലേ അല്ലേട്ടാ? തിരിച്ചു വരേണ്ടതുണ്ട്. ആ കയ്യടി എന്ന് കേൾക്കുമ്പോൾ അറിയാം. അപ്പം അങ്ങനെ അത്രത്തോളം നല്ല ഒരു ഉദ്യോഗസ്ഥനാണ്, ഇതിന്റെ മാതൃകയാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും തൃക്കാക്കരയിലുള്ള മിക്കവാറുമുള്ള സംഘടനകളും അതുകൂടാതെ ഇദ്ദേഹത്തെ, നമ്മുടെ സമൂഹത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ഒന്നിച്ചു കൂടുന്നത് അതുകൊണ്ടാണ്. മറുപടിയാണ് അദ്ദേഹത്തെ ആദരവോടുകൂടി ക്ഷണിക്കുന്നത്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യായ ശ്രീ AC നായർ അവർ, വേദിയിലിരിക്കുന്ന ശ്രീ MS അനിൽകുമാർ, ബാസക്ക, അസീസക്ക, സലാമക്ക, പോൾ സാർ, സ്വാഗതം ആശംസിച്ച ശ്രീ പ്രദീപ്, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഞാൻ ഇത്ര വലിയ ആളാണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. നിങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ആലോചിക്കുന്നത്. അപ്പൊ ശരിക്കും ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ശരിയാ, കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാ. ഞാൻ 1993 ഒരു പോലീസ് കോൺസ്റ്റബിളായി സർവീസിൽ പ്രവേശിക്കുന്നത്. ഒരിക്കലും ഒരു പോലീസുകാരനാവരുതേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരുന്ന ആളാണ് ഞാൻ. പക്ഷെ ഞാൻ ഒരു അധ്യാപകനാകണം എന്നുള്ള ആഗ്രഹത്തോടെ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞ് ടീച്ചേഴ്സ് ട്രെയിനിങ്ങും കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് എനിക്ക് പോലീസ് കോൺസ്റ്റബിളായി കിട്ടുന്നത്. അപ്പം എനിക്ക് വളരെ പ്രിയപ്പെട്ട 2 അധ്യാപകരുണ്ടായിരുന്നു. ഒന്ന് എന്നെ ശങ്കര കോളേജിൽ പഠിപ്പിച്ചൊരു KN ഗോപാലകൃഷ്ണൻ സാറ്, പിന്നെ കുറച്ചധികം പേരുണ്ട്. പക്ഷെ B.Ed കോളേജിൽ അന്നത്തെ പ്രിൻസിപ്പാളായിരുന്ന ഒരു ഓസ്റ്റിൻ മൈക്കിൾ സാർ. അപ്പം ഞാൻ അവരോടൊക്കെ ചോദിച്ചു, പോലീസ് കോൺസ്റ്റബിളായിട്ട് പോകുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർക്കും താല്പര്യമില്ല. പക്ഷെ എൻ്റെ അന്നത്തെ പ്രിൻസിപ്പാളായിരുന്ന ഓസ്റ്റിൻ മൈക്കിൾ സാർ പറഞ്ഞു, ഏതായാലും ഒരു സർക്കാർ ജോലിയല്ലേ, അങ്ങ് പോയിട്ട് ഇതിൽ തുടരരുത്,
ഒരു കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ നമ്മൾ എന്തിനാണോ പഠിച്ചത് ആ മേഖലയിലേക്ക് തന്നെ വരും. ഞാൻ ഏതായാലും ഒരു സർക്കാർ എൻട്രി അല്ലേ, നമ്മൾ 22 വയസ്സ് കഴിയുന്ന സമയത്ത് 23 വയസ്സാകുന്നതിന് മുൻപാണ് എനിക്ക് ആ ജോലി കിട്ടുന്നത്. ഞാൻ അങ്ങനെ പോലീസിൽ പ്രവേശിച്ചു. അപ്പോഴും ഞാൻ ചെന്നപ്പോൾ തന്നെ ആദ്യം അന്വേഷിച്ചത് മിനിമം പെൻഷൻ കിട്ടാൻ എത്ര വർഷം വേണം. അപ്പോൾ എൻ്റെ അറിയാവുന്ന ആൾക്കാർ ഒരു 10 വർഷം ഉണ്ടെങ്കിൽ മിനിമം പെൻഷൻ കിട്ടും. ശരി, അങ്ങനെയാണെങ്കിൽ 10 വർഷം. ഞാൻ ഒട്ടും താല്പര്യമില്ലാതെ പോലീസിൽ തുടർന്നു. പക്ഷേ എനിക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടായിരുന്നുകൊണ്ട് എനിക്കൊരു മെച്ചം കിട്ടിയത് പോലീസിന്റെ പണി അധികം ചെയ്യണ്ട, നിങ്ങൾ ഓഫീസിലെ പണികൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് തന്നെ ഞാൻ ട്രെയിനിങ് 6 മാസം ആയപ്പോൾ മുതൽ ഓഫീസിലാണ്. അപ്പം എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഏറ്റവും വലിയ മെച്ചം എന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ഒരുപാട് സേവനം ചെയ്യാൻ പറ്റും, ഒരുപാട് പേർക്ക് ഉപകാരങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം പോലീസിൽ ഓഫീസിലിരിക്കുന്നവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ പണിഷ്മെന്റ് കാര്യങ്ങൾ ശരിയാക്കുക, റിപ്പോർട്ട് എഴുതുക എന്നുള്ളതൊക്കെയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ചെയ്തിരുന്ന പരിപാടി, ഞാനും എൻ്റെ കൂട്ടത്തിൽ 1-2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ മെമ്മോ കൊടുത്ത് എക്സ്പ്ലനേഷൻ മേടിക്കുക, നടപടി എടുക്കുക. മെമ്മോ കൊടുക്കുന്നത് ഞാൻ തന്നെയാണ്, അതിന് മറുപടി തയ്യാറാക്കി കൊടുക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ അത്യാവശ്യം അവരെ കുറിച്ചൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ഓഫീസറോട് പറഞ്ഞ് അവരെ രക്ഷിക്കാനും അങ്ങനെ നല്ലൊരു സുഹൃത്ത് ബന്ധം പോലീസിൽ തന്നെയുണ്ട്. ഞങ്ങളുടെ ബാച്ച് എന്ന് പറഞ്ഞാൽ 1000-ഓളം പേരായിരുന്നു. അങ്ങനെ നല്ലൊരു ബന്ധം. അപ്പോൾ 10 വർഷം കഴിയാൻ ഞാൻ നോക്കിയിരിക്കുകയാണ്. 10 വർഷം കഴിയുന്നതിന് മുൻപേ തന്നെ എനിക്ക് സബ് ഇൻസ്പെക്ടറായിട്ട് സെലക്ഷൻ കിട്ടി. അപ്പൊ പിന്നെ വേറെ രക്ഷയില്ല, പോലീസിൽ തന്നെ. അതിനിടയ്ക്ക് അധ്യാപകനായും കിട്ടി. അപ്പോൾ അധ്യാപകനായി കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ കാശ് കൊടുക്കണം. ഹയർ സെക്കൻഡറി അധ്യാപകനാകാനുള്ള ടെസ്റ്റ് പാസ്സായിരുന്നു, സെറ്റ് ടെസ്റ്റാണെന്നുള്ളത് അതും പാസ്സായിരുന്നു. അപ്പൊ അന്ന് കാശ് കൊടുക്കണം. 2 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ നമ്മുടെ, കാരണം സ്ത്രീകൾ മാത്രമുള്ള ഒരു സ്കൂളിൽ ഒരു പുരുഷ അധ്യാപകനായിട്ട് നിയമിക്കാം. 2 ലക്ഷം കൊടുക്കണം. അന്നൊന്നും 2 ലക്ഷം രൂപ എടുക്കാനില്ല. ഞങ്ങളൊക്കെ സർവീസിൽ കയറുന്ന സമയത്ത് ഞങ്ങളുടെ അടിസ്ഥാന ശമ്പളം 640 രൂപയാണ്. അപ്പൊ 2 ലക്ഷം രൂപ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ അതിനുള്ള സാഹചര്യങ്ങളില്ല. നമ്മൾ സാധാരണ ഒരു കൂലിപ്പണി കുടുംബം, അപ്പോൾ രക്ഷയില്ല. അപ്പോൾ സബ് ഇൻസ്പെക്ടറായിട്ട് കിട്ടി അന്ന് അങ്ങനെ അങ്ങ് ഇറങ്ങിത്തിരിക്കാം എന്ന് കരുതി. പൊതുവെ അധികം തുറന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരു പൊതു കാര്യങ്ങൾ ഇടപെടുകയോ ചെയ്യുന്ന ഒരു പ്രകൃതവും എനിക്കില്ല. അതുകൊണ്ട് തന്നെ പോലീസ് ജോലിയും ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ സബ് ഇൻസ്പെക്ടർ കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല. അന്ന് കേരളത്തിലെ ജനങ്ങൾ പൊതുവെ ഒരു ജില്ലാ കളക്ടറേക്കാൾ ഒരു സബ് ഇൻസ്പെക്ടർ ആവുക, കാരണം പൊതുജനങ്ങളുമായിട്ട് അത്രയ്ക്ക് അധികാരമുള്ള ഒരു ജോലി ആയതുകൊണ്ട് ഒരു ജില്ലാ കളക്ടറുടെ പദവിയേക്കാൾ പോലീസ് സബ് ഇൻസ്പെക്ടർ ആവുക എന്ന് ആഗ്രഹിച്ചിരുന്നൊരു കാലത്താണ്. ഒട്ടും ആഗ്രഹമില്ലാതെ ഞാൻ വന്നു. ഏതായാലും പോലീസ് ജോലിയിലാണ് നമ്മുടെ ജീവിതം തീരുമാനിച്ചപ്പോൾ 2 കാര്യങ്ങൾ ഒരു തീരുമാനം എടുത്തിരുന്നു ഞാൻ. 2 കാര്യങ്ങൾ. ഒന്ന്, പൊതുജനങ്ങളോട് മാന്യമായിട്ട് ഇടപെടുക. കാരണം നമുക്ക് വലിയ കഴിവുകളൊന്നുമില്ല. അപ്പൊ ഒന്ന് അത് ചെയ്യാം, മറ്റൊന്ന് കറപ്ഷൻ ഇല്ലാതിരിക്കാം. ഈ 2 കാര്യങ്ങൾക്ക് നമുക്ക് വലിയ കാശ് മുടക്കൊന്നുമില്ല. മാന്യമായിട്ട് പെരുമാറുന്നതിനോ കറപ്ഷൻ അഴിമതി ഇല്ലാതിരിക്കുന്നതിനോ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെ അങ്ങ് ഇറങ്ങി തിരിച്ചു. ഏതായാലും ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ വേദിയിൽ ഇത് തൃക്കാക്കരയുടെ അല്ലെങ്കിൽ കൊച്ചി സിറ്റിയുടെ ഒരു പക്ഷേ തൃക്കാക്കരയുടെ ഒരു പരിച്ഛേദമാണ് എന്നോട് വന്നിരുന്നത്. ക്രോസ് സെക്ഷനാണ്. എല്ലാവരും എനിക്ക് മുഖപരിചയമുള്ള ആൾക്കാരാണ്, വ്യക്തിപരമായ ഒരുപാട് ബന്ധങ്ങളുള്ള ആൾക്കാരാണ്. ശ്രീ A.C.K. നായരാണ് ഞാൻ 99-ൽ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്യുന്ന അന്ന് മുതൽ, അദ്ദേഹം പറഞ്ഞ ഒരു 8 പോസ്റ്റുള്ള കാലം മുതൽ ഞാൻ പോലീസ് കോൺസ്റ്റബിളായിട്ട് എയർപോർട്ടിലുണ്ട്. അന്ന് എയർപോർട്ടിലുണ്ടായിരുന്നവരിൽ A.C.K. നായർ അദ്ദേഹവും ശ്രീ ദിനേശും പിന്നീട് എയർപോർട്ടിന്റെ ഡയറക്ടർമാരായി വന്നപ്പോൾ കണ്ണൂർ എയർപോർട്ടിലേക്ക് അന്ന് കുര്യൻ സാറായിരുന്നു അന്ന് MD. അപ്പൊ ഇങ്ങനെ എല്ലാ മേഖലകളിൽപ്പെട്ടവരുമായിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് എപ്പോഴും വിരുദ്ധ സാഹചര്യങ്ങൾ, ഒരു പ്രതിസന്ധിയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് ഓരോ ആളുകളെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ ഇതിന് മുൻപ് ഏറ്റവും കൂടുതൽ ജോലി ചെയ്തിട്ടുള്ള ആലപ്പുഴ ജില്ലയിലാണ്. പ്രളയത്തിന്റെ കാലവും ഓഖി ദുരന്തത്തിന്റെ കാലവും ഒക്കെ അവിടെയായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രതികൂല സാഹചര്യം ഉണ്ടാകുമ്പോൾ വിവിധ മേഖലകളിലുള്ള ആളുകളുമായിട്ട് ബന്ധം കിട്ടും. ഓരോരുത്തരും മനസ്സിലാക്കാൻ കഴിയും, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ അറിയാൻ കഴിയും. അപ്പോൾ ഒരുപാട് ബന്ധങ്ങൾ അങ്ങനെ ഉണ്ടായി. ഞാൻ സാധാരണ പറയാറുണ്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ദൈവികമായ പ്രവർത്തികൾ ചെയ്യാൻ കിട്ടുന്ന ഒരു വിഭാഗമാണ് പോലീസ്. നമ്മൾ പുരാണങ്ങളിലൊക്കെ ചിലപ്പോൾ ദൈവങ്ങൾ നേരിട്ട് വന്ന് മനുഷ്യന് പല പല ഉപകാരങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷെ സമീപകാലത്ത് നമുക്ക് അങ്ങനെ നമ്മളൊന്നും നേരിട്ട് കാണുന്നില്ല. അതൊക്കെ പുരാണങ്ങളിലാണ്. അത് ഐതിഹ്യമാണോ കഥയാണോ സത്യമാണോ എന്ന് നമുക്കറിയില്ല.
പക്ഷെ ദൈവത്തിന്റെ ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് പോലീസ് ഉദ്യോഗസ്ഥർ. ആ ഒരു ഉദാത്തമായ ഒരു ചിന്താഗതിയാണ് എന്നെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. ഇപ്പോൾ പലരും എൻ്റെ അടുത്ത് വന്നിട്ടുള്ളൊരു ഓഫീസർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അടുത്തിട്ടുള്ള വന്ന ആളുകളോട് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും പലരും പറയും. പറ്റില്ലെന്ന് അവർക്കും അറിയാം, നമുക്കും അറിയാം. പക്ഷെ പറ്റാത്ത കാര്യമാണെന്ന് പറഞ്ഞാൽ അവർ മുഷിപ്പിച്ചു വിടേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മാന്യമായി കേൾക്കുകയും അതിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ തൃപ്തരാണ്. ഇപ്പൊ മേലധികാരികൾ പറയും, രാഷ്ട്രീയക്കാർ പറയും, ഇവരൊക്കെ പറയും. ആ പറയുന്നവരും അവർക്കറിയാം. ഒന്ന് മാന്യമായി കേൾക്കുകയും കഴിയാത്ത കാര്യമാണെങ്കിൽ കഴിയില്ല എന്ന് പറയുകയും ഇങ്ങനെ ഒരാൾ പറഞ്ഞു എന്ന് വന്നിരിക്കുന്നവരോട് പറയുകയൊക്കെ ചെയ്ത് അത് തന്നെ ധാരാളമാണ്. അപ്പോൾ വളരെ നല്ല രീതിയിൽ ഇതുവരെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അത് സാധാരണ ജനങ്ങളുടെ ഒരു പിന്തുണയും സഹപ്രവർത്തകരുടെ പിന്തുണയും ഒക്കെ തന്നെയാണ് അതിൻ്റെ കാരണം. നമുക്ക് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് യാതൊരു കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല. എൻ്റെ കീഴുദ്യോഗസ്ഥർ, എന്നോടൊപ്പമുള്ളവർ എനിക്ക് മതിയായ പിന്തുണ തന്നില്ലെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് പോലീസിൽ പ്രത്യേകിച്ച്, ഏത് മേഖലയിലും കഴിയില്ല, പോലീസിൽ പ്രത്യേകിച്ച്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഒപ്പം നിന്നവരുടെയും സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന പിന്തുണയും പറയാം. നമുക്കിവിടെ പല കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഇപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തട്ടിയ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും ഒരു നല്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുജനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞ നമ്മുടെ ഗവൺമെന്റ് പോളിടെക്നിക്കിലുണ്ടായ ആ ലഹരി, അത് ലഹരി വേട്ടയാണ്. അതിന് വളരെ നന്നായിട്ട് പ്ലാൻ ചെയ്തതുകൊണ്ടാണ് അതിന് വലിയ ആരോപണങ്ങളില്ലാതെ പോയത്. അത് നമ്മുടെ ഒരു പക്ഷേ രാഷ്ട്രീയമായി ഭരിക്കുന്ന ഒരു കോളേജിലൊക്കെ ചെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഇതിനപ്പുറം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അവിടെ നടന്നതെല്ലാം വളരെ ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട്, വളരെ സുതാര്യമായ പ്രവൃത്തി ആയതുകൊണ്ട് ആർക്കും അതിലൊന്നും പറയാൻ കഴിഞ്ഞില്ല. എന്നുള്ള പല രീതിയിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും ആർക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. അത് കേരളത്തിൽ മൊത്തം ചലനമുണ്ടായി ലഹരിക്കെതിരെ. അതിനെ തുടർന്ന് കഴിഞ്ഞ 2-3 മാസമായി കേരളത്തിൽ മൊത്തം പോലീസ് മൊത്തം വിവിധ ഏജൻസികളുടെ പിന്തുണയോടെ ലഹരിക്കെതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനം തന്നെ നടത്തിയിരിക്കുന്നത്. ഇന്ന് രാഷ്ട്രീയക്കാരും ഇതര സംഘടനകളും എല്ലാം അത് ഏറ്റെടുത്തിരിക്കുകയാണ്. നല്ല വിജയമുണ്ട്. നമുക്ക് പൂർണ്ണമായും ഒരു ദൂഷ്യവശങ്ങളെയും ഒരു പ്രവൃത്തികളെയും ഇല്ലാതാക്കാൻ കഴിയില്ല. റോഡുണ്ടെങ്കിൽ റോഡ് അപകടങ്ങൾ ഉറപ്പാണ്. പക്ഷെ അത് കുറയ്ക്കാൻ കഴിയും. ആളുകളുള്ളിടത്തോളം അല്ലെങ്കിൽ ആളുകൾ വാങ്ങാനുള്ളിടത്തോളം ലഹരി ആളുകൾ വാങ്ങിക്കൊണ്ടിരിക്കും. 25,000 ലക്ഷം കോടി രൂപയുടെ ലഹരി മരുന്നുകളാണ് കേരളത്തിലേക്ക് ജലമാർഗം അടുത്ത കാലത്ത് തന്നെ പിടിച്ചത്. അപ്പൊ അത്രയൊക്കെ ഇവിടെ വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇവിടെ വിറ്റഴിക്കാൻ കഴിയുമെന്നുള്ള ഈ മേഖലയിലുള്ളവരുടെ വിശ്വാസം തന്നെയാണ്. അത് കുറച്ച് പല മേഖലകളെ കഴിയുമ്പോൾ വിറ്റഴിഞ്ഞ് പോവുകയാണ്. അപ്പൊ ഇതിനൊക്കെ എതിരെ യുദ്ധം ചെയ്യണമെങ്കിൽ, യുദ്ധം എന്ന് പറഞ്ഞത് യുദ്ധം തന്നെയാണ്. കാരണം നമ്മുടെ ശത്രു രാജ്യങ്ങൾ നമുക്കെതിരെ ചെയ്യുന്ന സൈലന്റ് ആയിട്ടുള്ള ഒരു യുദ്ധമാണ്, ആയുധമില്ലാത്ത ഒരു യുദ്ധമാണ് ഈ ലഹരിയുടെ കച്ചവടം. അത് എപ്പോഴും ബാധിക്കുന്നത് ഇളം തലമുറയാണ്, കൊച്ചു കുട്ടികളെയാണ്. ഒരു ഇളം തലമുറയെ നശിപ്പിച്ചാൽ, വളർന്നു വരുന്നൊരു തലമുറയെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു രാജ്യം നശിക്കാൻ വേറൊന്നും വേണ്ട. അപ്പൊ അതിനൊക്കെ നമ്മൾ ഒത്തൊരുമിച്ച അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ എനിക്ക് തൃക്കാക്കരയിൽ നിന്ന് പിന്തുണ കിട്ടിയിട്ടുള്ളത് ഇവിടെ വ്യാപാരി വ്യവസായികളുടെയും ഹോട്ടൽ ആൻഡ് അസോസിയേഷന്റെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും ട്രാക്കിന്റെയും ഇപ്പൊ നന്മ 24 ഈ വക കാര്യങ്ങളിലൊക്കെ ഒരുപാട് നിന്ന് സഹായിക്കുകയും ചെയ്യുന്നതാണ്. ഒത്തിരി ഇൻഫർമേഷൻ നമുക്ക് വിവരങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ്. ജനങ്ങളുമായി ബന്ധമുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വിവരങ്ങൾ കിട്ടും. ആ വിവരങ്ങൾ നമ്മൾ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ഒരു പരിധി വരെ എല്ലാം നല്ലതാണ് ചെയ്യുന്നത് എന്ന്, എല്ലാം പൂർണ്ണമായി ഒരു സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങൾ കുറെ അധികം നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് ജനങ്ങളുടെ പിന്തുണ അനിവാര്യമാണ്. അതെനിക്ക് തൃക്കാക്കരയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഇവിടെ ഇരിക്കുന്ന എല്ലാം സാംസ്കാരിക നായകരാണ്, ഓരോ സംഘടനകളുടെ പ്രതിനിധികളാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ആളുകൾ വന്നില്ല എന്നുള്ളത് ഒരു വിഷയമേ അല്ല. കാരണം ഒരു സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം. ഇപ്പോൾ നാറ്റ്പാക്കുമായി ചേർന്ന് നമ്മളിവിടുത്തെ ട്രാഫിക് പരിഷ്കാരത്തിന് വേണ്ടി ഒരുപാട് മീറ്റിങ്ങുകൾ കൂടി, അതിനൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇതുപോലെ ഉള്ള ഒരു യാത്രയയപ്പ് എനിക്ക് ഒരുക്കിയതിൽ ഞാൻ തൃക്കാക്കരയിലെ സാംസ്കാരിക നായകരോട്, റെസിഡൻസ് അസോസിയേഷൻകാരോട്, ഹോട്ടൽ ആൻഡ് റെസിഡൻസ്, വ്യാപാരി വ്യവസായികൾ, 24 ചാനൽ തുടങ്ങി എല്ലാവരോടും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ സാധാരണയായി നമുക്ക് ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം സ്വസ്ഥതയില്ലെങ്കിൽ, മനസ്സിൽ സ്വസ്ഥതയില്ലെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും
പുറത്ത് അത് കാണിക്കാൻ കഴിയില്ല. ഞാൻ അസ്വസ്ഥമായ ഒരു മനസ്സോടെയാണ് എൻ്റെ ഓഫീസിലോ അല്ലെങ്കിൽ വന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രതിഫലനം അവിടെ ഉണ്ടാവും. ഞാൻ എൻ്റെ മനസ്സ് അസ്വസ്ഥതയായിട്ടാണ് ഞാൻ ഒരു ലോ ആൻഡ് ഓർഡർ ചെന്നിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഞാൻ അഗ്രസീവായിട്ട് ഞാൻ പെരുമാറും. അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ഒരു സ്വസ്ഥമായ മനസ്സുണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അത് എൻ്റെ മാത്രമല്ല, ഞാൻ പറഞ്ഞു ഏതൊരു വ്യക്തിയുടെയും, പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും അനിഷ്ടങ്ങളോ അസ്വാരസ്യങ്ങളോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ വ്യക്തിപരമായ അവരുടെ കാര്യങ്ങൾ കൂടി ഉണ്ടാവും എന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു പിന്തുണ കുടുംബത്തിൽ നിന്നും കിട്ടിയത് കൊണ്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ അത് എൻ്റെ ഒരു വിജയം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും നിങ്ങൾ നൽകിയ ഈ സ്വീകരണത്തിന് പ്രത്യേകം നന്ദി പറയുകയാണ്. നമ്മുടെ അനിലേട്ടനൊക്കെ എവിടെ പോകാനുണ്ട്, അതുകൊണ്ടാണ് ചുരുക്കി പറഞ്ഞത്. അപ്പോൾ ഞാനൊരുപാട് നീട്ടി എന്നെ കുറിച്ചൊന്നും പറയുന്നില്ല. എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് മോശമാണല്ലോ. ഇവിടെ വന്ന് നിങ്ങളൊരു സ്വീകരണം ഒരുക്കിയിട്ട് ശരി നന്ദി എന്ന് പറഞ്ഞു പോകുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. ഒരിക്കൽ കൂടി തൃക്കാക്കരയോട് പ്രത്യേകം നന്ദി പറയുന്നു. ഒരുക്കിയ നന്മ 24 ചാനലിനും അതുപോലെ ട്രാക്കിനും നമ്മുടെ ഹോട്ടൽ റെസിഡൻസ് അസോസിയേഷൻ, വ്യാപാരി വ്യവസായികൾ തുടങ്ങി തൃക്കാക്കരയുടെ പരിച്ഛേദത്തിന് ഒരിക്കൽ കൂടി വളരെ ഉള്ളിൽ നിന്നുള്ള നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബേബി സാറിന്റെ ജീവിതത്തിലുണ്ടായിരുന്ന അനുഭവങ്ങൾ നമ്മളോട് പങ്കുവച്ചു. അതായത് തൃക്കാക്കരയിൽ ജോലി ചെയ്തത് വളരെ മനസമാധാനത്തോടു കൂടി തന്നെ അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നും തൃക്കാക്കര നിവാസികളിൽ നിന്നും കിട്ടിയതായി അദ്ദേഹം നമ്മളോട് പങ്കുവച്ചു. അദ്ദേഹം തുടർന്ന് ജോലിക്ക് ചെല്ലുന്ന ആ സ്ഥലത്തും നല്ല രീതിയിൽ തന്നെ മനസമാധാനത്തോടു കൂടി നല്ലൊരു ഉദ്യോഗസ്ഥനായി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു.